എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാൽക്കണിയിലെ പ്ലാന്റ്സ് എങ്ങനെയാണ് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഉള്ളത് സമ്മർ ടൈമിൽ ചെടികൾ ഏതൊക്കെയാണ് പോകാത്തതുള്ളത് ഇതൊക്കെ ഷോർട്ട് റീൽസിലൊക്കെ പറയാൻ പാടാണ്. അതാണ് ഞാൻ പിന്നെ ഈ ലോങ് വീഡിയോ തന്നെ ഇട്ടത്. ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ബാൽക്കണി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് തന്നെ നല്ല പൊടിയും അഴുക്കും എല്ലാം തന്നെ ഉണ്ട്. ഒരുപാട് പോർട്സ് ഉള്ളതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് വേണം അവിടെ ക്ലീൻ ചെയ്യാൻ. പിന്നെ പോർട്സിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചട്ടി പൊക്കണേ എനിക്ക് ഒരാളുടെ സഹായം വേണം. കാരണം അത് നല്ല വെയിറ്റ് ആണല്ലോ. എനിക്കാണെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ പണ്ട് തൊട്ടേ ഉള്ളതുകൊണ്ട് ചട്ടി പൊക്കാൻ പറ്റുകയില്ല. അത് കൂടുതലും വരാൻ കാരണം പണ്ടേ എനിക്ക് നടുവേദനയുണ്ട്. പക്ഷേ കൂടുതൽ പിന്നെ അത് കണ്ടിന്യൂ ആവാൻ കാരണം ഈ ചട്ടി പൊക്കലാണ് ഏറ്റവും മെയിൻ കാരണം. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒച്ചിനെയൊക്കെ കാണാൻ പറ്റും. അത് അന്നേരം എടുത്ത് കളയണം. അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ അവർ നശിപ്പിക്കും. ഇവിടെ നന്നായിട്ട് പ്രാവിൻ്റെ ശല്യമുണ്ട്. അപ്പം എനിക്ക് നെറ്റിടാൻ മടിയായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട. കാരണം ചെടി കംപ്ലീറ്റ്ലി അവരങ്ങ് പറിച്ചുകൊണ്ട് പോകും. പിന്നെ നമുക്ക് എവിടെ പോകാനോ ഒന്നും പറ്റത്തില്ല. പോയിട്ട് വന്നു കഴിയുമ്പോൾ ആ ചെടി അവിടെ കാണത്തില്ല. ഇതിപ്പോൾ ഞാൻ മുരിങ്ങ പ്രൂൺ ചെയ്തതിൻ്റെ പുതിയ ഇത് വന്നാണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇനിയിപ്പം പെറ്റൂണിയ മാറ്റാറായി. കാരണം ചൂടായി തുടങ്ങിയല്ലോ. ഇതൊക്കെ സാധാരണ ചെമ്പരത്തിയാണ്. ഇതൊന്നും ഹൈബ്രിഡ് അല്ല. കഴിഞ്ഞ നവംബറിൽ ഞാൻ പെട്ടെന്നാണ് നാട്ടിൽ പോയത്. പക്ഷേ ഞാൻ ശരിക്കും വെള്ളം പോലും ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് 1 1/2 മാസം വലിയ കുഴപ്പമില്ലാതെ നിന്നു. 2 ചെമ്പരത്തി ഉണ്ട്. 2 ചെമ്പരത്തിക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ബാൽക്കണിയിലൊന്നും പൈപ്പില്ല. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. നമ്മൾ വെള്ളം എടുത്തിട്ട് വന്നിട്ട് വേണം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ. പ്ലാന്റ്സിൻ്റെ എണ്ണം കൂടുന്തോറും വെള്ളം നമ്മൾ അതുപോലെ ഒഴിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫ്ലോർ നന്നായിട്ട് അഴുക്കുമാവും. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പം പിന്നെ ഇതുപോലെ തന്നെ ആവും. എന്നാലും എനിക്കിഷ്ടമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. മാധവനും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഗാർഡനിങ് ഒക്കെ. പൂക്കളും ചെടികളൊക്കെ അവനും ഭയങ്കര താല്പര്യം. എന്നും കണ്ട് കണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഈ ഗാർഡനിങ് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്നത്. പിന്നെ ഞാനും ചെടിയും നമ്മളൊരു വേറൊരു ലോകത്തായിരിക്കും. ചുറ്റും എന്താ സംഭവിക്കുന്നത് പോലും ആലോചിക്കുകയില്ല. ഇപ്പോൾ കൊണ്ടുവച്ച പ്ലാന്റ് വെള്ള മണിമുല്ല കേട്ടോ. നല്ല മണമാണ് ആ പൂവിന്. ഇത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. ഇത് ചേമ്പല്ല, കിഴങ്ങൊക്കെ ആയിട്ടുണ്ടാകുന്നത്. ഇത് നമ്മുടെ ചീരച്ചേമ്പാണ്. നമ്മൾ ഈ ഇല ഇതിൻ്റെ തോരൻ വെക്കും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. പിന്നെ ഈ പെറ്റൂണിയയുടെ ഇടയ്ക്ക് പൂക്കളൊക്കെ വന്ന് പൊഴിയല്ലേ, ആ തണ്ടങ്ങ് ഒടിച്ചു ഒടിച്ചു കൊടുക്കണം. എന്നാലേ പുതിയ പുതിയ ഇത് ഷൂട്ട് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. ഞാനിനി അത് ഉടനെ തന്നെ അത് മാറ്റും. ഈ ബ്ലാക്ക് കളർ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ പോട്ടൊക്കെ ഇങ്ങനെ ഒരു തട്ടിൽ എടുത്ത് വെക്കുകയും ചെയ്യാം. നമുക്കപ്പോൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമാണ്. ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഇനി എന്നാണോ അവൈലബിൾ ആകുന്നത് അന്നേരം എനിക്കൊന്നും കൂടെ വാങ്ങിക്കണം. കാരണം ഇത്രയും ചട്ടി ഉള്ളതുകൊണ്ട് അത് തികയില്ലായിരുന്നു. അത് 4 എണ്ണേ ഉള്ളൂ. ഇനി വരുമ്പോൾ അതൊന്നും കൂടെ മേടിക്കണം. കുറച്ച് പയറിൻ്റെ വിത്ത് ഞാൻ പാകിയായിരുന്നു. അത് നന്നായിട്ട് മുളച്ചൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ ഇലയുടെ അടിയിൽ ഇങ്ങനെ വെള്ളീച്ച പോലത്തെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഇലയൊക്കെ അങ്ങ് കളയുമായിരുന്നു. ഞാൻ അതിന് നീം ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തില്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഒരു ശ്രദ്ധക്കുറവ് വന്നായിരുന്നു. ഇടയ്ക്ക് എനിക്ക് മൂഡൗട്ടൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ അങ്ങ് വിട്ടുപോകും. അപ്പം ഞാനിങ്ങനെ ചെയ്യാമെന്ന് വെച്ചിരിക്കും. അപ്പോഴത്തേനും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിൻ്റെ അറ്റാക്ക് വരും. ചെടി നശിച്ചു പോവുകയും ചെയ്യും. ഞാൻ വീട്ടിലാണെങ്കിലും എനിക്കിതൊക്കെ തന്നെയാണ് പണി. ചട്ടിയെടുത്ത് അപ്പുറത്തോട്ട് വെക്കുക, ഇപ്പുറത്തോട്ട് വെക്കുക, ക്ലീൻ ചെയ്യുക. ഞാൻ യുഎഇയിൽ വന്നപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചേ, അപ്പോൾ വീട്ടിലെ ചെടിയൊക്കെ ആരിഞ്ഞ് നോക്കും? അപ്പം ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും നോക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഓണത്തിന് പോയപ്പോൾ കുറേ ചെടികൾ പോയിട്ടുണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു, എൻ്റെ ചെടിയൊന്നും നോക്കാതെ ഒത്തിരി ചെടി പോയിട്ടുണ്ടല്ലോ എന്ന്. അവർ പറഞ്ഞു സമയമില്ല. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, അച്ഛനും അമ്മയ്ക്കും പഴയ പോലെ അല്ല, വയ്യ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ക്ഷീണവും പ്രായമായതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബർ കഴിഞ്ഞു നവംബർ. ഒക്ടോബറിൽ വീട്ടിൽ ഒരു ചെറിയ പെയിൻ്റ് അടി ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും ഒത്തിരി ചെടി പോയി. പെയിൻ്റ് അടിക്കാരല്ല, അവർ ചെടികളൊന്നും ശ്രദ്ധിക്കുകയല്ലോ. അങ്ങനെ കുറേ ചെടി പോയി. അതിനിടയ്ക്ക് അച്ഛന് വയ്യാതെ വന്നു. പിന്നെ അങ്ങനെ കുറേ ചെടി പോയി. നോക്കാതെ ചെടി പോയി. കാരണം എനിക്ക് കൂടുതൽ നല്ല ഇച്ചിരി സെൻസിറ്റീവായ പ്ലാന്റ്സും ഇച്ചിരി കെയർ വേണ്ട പ്ലാന്റ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പോയി. പിന്നെ നവംബറൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ മാറി. പിന്നെ അച്ഛനും പോയി, ചെടിയും പോയി. ചെടിയൊക്കെ ഒരുപാട് പോയി. വീട്ടിൽ വരുന്നവർ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, വീട്ടിലെ ചെടിയൊക്കെ എന്ത് ചെയ്യുന്നു? അത്രയ്ക്ക് ചെടിയുണ്ടായിരുന്നു. ഞാൻ
വീട്ടിലെ ചെടിയൊന്നും വീഡിയോ ആക്കി എടുത്തിട്ടില്ലായിരുന്നു. അല്ലേ അത് എടുത്ത് വെക്കാതിരുന്നൊക്കെ നന്നായി. അല്ലെങ്കിൽ ഞാനത് കാണുമ്പോൾ എനിക്ക് പിന്നെയും പിന്നെയും വിഷമമാവും. അതുപോലെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. സാധാരണ ക്ലീൻ ചെയ്ത് ഇടുകയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.